ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡി പരീക്ഷ എങ്ങനെയാണ് ഓൺലൈനായി ചെയ്യുന്നത് എന്നാണ്. ഗ്രൂപ്പ് ഡി പരീക്ഷ ഓൺലൈനായിട്ട് നടത്തുന്നതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പലരും ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു എക്സാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് നടത്തുന്നത്, എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്നതിനൊക്കെ സംബന്ധിച്ച് വളരെയധികം സംശയങ്ങളുണ്ടായിരിക്കും. ആ ഒരു സംശയങ്ങളൊക്കെ നമുക്കിവിടെ തീർക്കാം. ഇത് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. ഗ്രൂപ്പ് ഡിയുടെ ഡയറക്റ്റ് മോക്ക് ടെസ്റ്റ് ലിങ്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ നമുക്ക് RPFൻ്റെ മോക്ക് ടെസ്റ്റ് ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വെരിഫിക്കേഷനെല്ലാം കഴിഞ്ഞ്, അതുപോലെ തന്നെ ആധാർ കാർഡ് വെരിഫിക്കേഷനെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു സിസ്റ്റം നമ്പർ തരും. ആ സിസ്റ്റം നെയിം ആയിരിക്കും ഇവിടെ C001 എന്ന രൂപത്തിൽ കാണിക്കുന്നത്. നമുക്ക് പറയുന്ന നമ്പർ ഏതാണോ ആ ഒരു കമ്പ്യൂട്ടർ മുമ്പിൽ പോയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ പേരും നമ്മുടെ ഫോട്ടോയും പിന്നെ എക്സാമിൻ്റെ പേരും കാണിക്കും. പിന്നെ ലോഗിൻ എന്നവിടെ നമ്മുടെ യൂസർ നെയിം, അതായത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ പാസ്വേഡ് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. ഡേറ്റ്, മന്ത്, ഇയർ, അങ്ങനെ DD, MM, YY എന്ന ഫോർമാറ്റിൽ അത് അടിച്ചതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക. പക്ഷേ ഇതിനൊക്കെ ഓരോ ടൈമുണ്ട്. കൃത്യമായ ടൈമിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. അതെല്ലാം നമുക്കവിടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എക്സാം ഹാളിലുള്ള ഇൻസ്ട്രക്ടർമാർ നമുക്ക് കൃത്യമായിട്ട് കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു തരുന്ന പോലെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതോർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് ഇൻസ്ട്രക്ഷൻ പേജിലേക്കായിരിക്കും. അതായത് ഈ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പേജിലേക്കായിരിക്കും. ഇത് നമുക്ക് ആദ്യം കാണിച്ചിരിക്കുന്ന ആസാമീസ് ഭാഷയിലായിരിക്കും. അത് നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് മാറ്റാവുന്നതാണ്. അതിനിവിടെ വ്യൂവിൻ അവിടെ ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഷകളെല്ലാം കാണിക്കും. ഇംഗ്ലീഷാണ് വേണ്ടതെങ്കിൽ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണ്ടത് മലയാളമാണെങ്കിൽ മലയാളം ക്ലിക്ക് ചെയ്യുക. പരീക്ഷ എഴുതുന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം പൊതു നിർദ്ദേശങ്ങളാണ്. പരീക്ഷയുടെ ആകെ ദൈർഘ്യം 90 മിനിറ്റാണ്. ചോദ്യങ്ങളുടെ എണ്ണം 120 ആണ്. എല്ലാ ചോദ്യങ്ങളും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു. അതിൽ ഒരെണ്ണം മാത്രമാണ് ശരിയുത്തരം. അവിടെ PSC പോലെ തന്നെ. തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. ഓരോ തെറ്റായ ഉത്തരത്തിനും 1/3 മാർക്ക് വീതം കുറയ്ക്കുന്നതായിരിക്കും. നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്നും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് വീതം കുറയ്ക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഉത്തരം സേവ് ചെയ്യുന്നതിന് എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകിയ ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം സേവ് ചെയ്യപ്പെടില്ല. അത് നമുക്ക് ഉത്തരം ചെയ്യുമ്പോൾ നോക്കാം. ഭാഷ. അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് തിരഞ്ഞെടുത്ത ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും നിങ്ങൾക്ക് ചോദ്യപേപ്പർ കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ഭാഷയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ചോദ്യപേപ്പർ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ കാണാൻ സാധിക്കൂ. നിർദ്ദേശങ്ങൾ പേജിലും ചോദ്യപേപ്പറിൻ്റെ മുകളിൽ വലതുകോണിലും നൽകിയ ഡ്രോപ്പ് ഡൗൺ ഭാഷ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുത്ത ഭാഷയിൽ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും കാണാൻ സാധിക്കും. തിരഞ്ഞെടുത്ത ഭാഷയിൽ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ചോദ്യ സ്ക്രീനിൻ്റെ മുകളിൽ വലതുകോണുള്ള വ്യൂവിൻ എന്ന് ലഭ്യമായ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ആവശ്യമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പരീക്ഷാവേളയിൽ ചോദ്യപേപ്പറിൻ്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ഭാഷ പതിപ്പ് റെഫർ ചെയ്യാം. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഭാഷ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ആ ഭാഷയിലും കൂടാതെ ഇംഗ്ലീഷ് ഭാഷയിലും നമുക്ക് ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സമയത്ത് ഒരു ചോദ്യം മാത്രമായിരിക്കും സ്ക്രീനിൽ കാണിക്കുക. പരീക്ഷ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ലഭ്യമായ സമയം സ്ക്രീനിൻ്റെ മുകളിൽ വലതുകോണിലുള്ള ഒരു കൗണ്ട് ഡൗൺ ടൈമർ വഴി കാണിക്കും. ശേഷിക്കുന്ന സമയം അത് ടൈം ലെഫ്റ്റായി കാണിക്കും. പരീക്ഷയുടെ തുടക്കത്തിൽ ടൈമർ 90 മിനിറ്റ് കാണിക്കും. അത് സമയം കടന്നു പോകുന്നതനുസരിച്ച് കുറഞ്ഞു വരും. ടൈമർ 0-ലെത്തുമ്പോൾ പരീക്ഷ സ്വയം അവസാനിപ്പിക്കും. നിങ്ങളുടെ ഉത്തരങ്ങൾ സിസ്റ്റം സ്വയം സബ്മിറ്റ് ചെയ്യും. അതായത് നമ്മൾ സബ്മിറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പരീക്ഷ കഴിയുമ്പോൾ ആ ടൈം കഴിയുമ്പോൾ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ആ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദ്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തോളും. നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ബോക്സ്. സ്ക്രീനിൻ്റെ വലതുവശത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ ബോക്സ് തന്നിരിക്കുന്ന ചിഹ്നങ്ങളിൽ ഒന്ന് ഉപയോഗിച്ച് ഓരോ ചോദ്യത്തിൻ്റെയും സ്റ്റാറ്റസ് കാണിക്കും. അത് നമുക്ക് ചോദ്യം നോക്കാം. ഇനി നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകും. അവിടെ മറ്റ് പ്രധാന നിർദ്ദേശങ്ങളുണ്ടാവും. ഇവിടെ നമുക്ക് സിലബസ് തന്നിട്ടുണ്ടാവും. ഇത് RPFൻ്റെ സിലബസാണ്. നമുക്ക് ഗണിതം, ജനറൽ ഇൻ്റലിജൻസ്, യുക്തി, പൊതു അവബോധം, പിന്നെ ജനറൽ സയൻസും ഉണ്ടായിരിക്കും. ഇതിൽ ജനറൽ സയൻസ് അല്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. 90 മിനിറ്റും 120 ചോദ്യങ്ങളായിരിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിലൊന്നായിരിക്കും ശരി. തെറ്റുത്തരങ്ങൾക്ക് 1/3 മാർക്ക് വീതം നെഗറ്റീവ് ഉണ്ടാകും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. 90 മിനിറ്റ് കൊണ്ട് 120 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഹാൾ ടിക്കിൽ ഒരു ഡിക്ലറേഷൻ പൂരിപ്പിക്കാനുണ്ടാകും. അത് നമ്മുടെ സ്ക്രീനിൽ ഒരു ഡിക്ലറേഷൻ എഴുതി കാണിച്ചിട്ടുണ്ടാകും. അത് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ അതേപോലെ തന്നെ അത് ഹാൾ ടിക്കറ്റ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. അതെല്ലാം ഹാൾ ടിക്കറ്റ് വരുമ്പോൾ അത് കാണാവുന്നതാണ്. പിന്നെ
നമ്മൾ മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോ ഉണ്ടാകും. അതേ ഫോട്ടോ തന്നെ നമ്മൾ ഹാൾ ടിക്കറ്റിൽ ഒട്ടിക്കേണ്ടതുണ്ട്. അത് പലരും മറന്നു പോകാറുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഫോട്ടോയും കൊണ്ടുപോകണം, അവിടുന്ന് ഒട്ടിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒട്ടിച്ചുകൊണ്ട് പോകാം. പരീക്ഷ സമയത്ത് നമ്മുടെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും, അതുപോലെ തന്നെ വിരലടയാളം ഒക്കെ എടുക്കുന്നതായിരിക്കും. പിന്നെ റഫ് വർക്കുകൾക്കായി നമുക്ക് കണക്കൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്കൊരു പേപ്പർ തരുന്നതായിരിക്കും. ആ പേപ്പർ നമ്മുടെ റോൾ നമ്പറും പേരും എഴുതേണ്ടതാണ്. അതിനുശേഷം അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. നമുക്ക് കാൽക്കുലേറ്റർ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പകരം ഒരു പേപ്പർ തരും, പേനയും തരും. നമ്മളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, പേപ്പറും പേനയൊക്കെ അവർ തരും. അത് നമുക്ക് കണക്കുകൾ എഴുതി കൂട്ടി ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എന്ത് കാര്യങ്ങളാണെങ്കിലും അവിടെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരും. നമ്മളൊന്നും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മെറ്റൽ, സ്വർണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിലോ ഡ്രസ്സിലോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബെൽറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതെല്ലാം അഴിച്ചു വെച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് പോവുക. എല്ലാം കൃത്യമായിട്ട് പരിശോധിക്കുകയും ഒരു സാധനമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ ഡിഫോൾട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് മലയാളം സെലക്ട് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. അത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ എന്ന് സെലക്ട് ചെയ്യാം. പിന്നീട് പരീക്ഷയ്ക്ക് നമുക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. അതോടെ ചൂസ് യുവർ ഡിഫോൾട്ട് ലാംഗ്വേജ് അവിടെ സെലക്ട് ചെയ്ത് ഇവിടെ കുറേ എണ്ണം കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ഇംഗ്ലീഷും മലയാളവും മാത്രമേ കാണിക്കുള്ളൂ. നമുക്ക് ഏതാണ് ഭാഷ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ടിക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ടിക്ക് ഇട്ട് കൊടുക്കുക. ഐ ആം റെഡി ടു ബിഗിൻ കൊടുക്കുക. ഇതിനും ടൈമിംഗ് ഉണ്ട്. ആ ടൈമിൽ മാത്രമേ ഇത് കൊടുത്താൽ വർക്ക് ചെയ്യുകയുള്ളൂ. അതെല്ലാം അവിടുന്ന് പറഞ്ഞുതരും. നമ്മൾ ഐ ആം റെഡി ടു ബിഗിൻ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വിൻഡോയിലേക്കും ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ബാക്കിയുള്ള സമയം എന്ന് കാണാം. അവിടെയാണ് 90 മുതൽ 0 ഇങ്ങനെ ടൈമർ ഓടിക്കൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് ഇടയ്ക്കൊരു കണ്ണ് വേണ്ടതാണ്, കാരണം നമ്മുടെ പരീക്ഷ എഴുതാനുള്ള ടൈമാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് സെക്ഷൻസ് കാണിക്കും. ഇവിടെ അരിതമെറ്റിക്, ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്. ഇവിടെ നമുക്ക് RPF ആയതുകൊണ്ടാണ് ഇത്. അതല്ല നമ്മുടെ ഗ്രൂപ്പ് ഡി ആണെങ്കിൽ ജനറൽ സയൻസ് കൂടി കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മാറ്റാവുന്നതാണ്. നമുക്ക് ഏതാണോ ആദ്യം ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ മലയാളം എന്ന് കാണാം, അത് ഇവിടെ മാറ്റി നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് ആക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ കാണിക്കും. തിരികെ മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിലേക്ക് മാറ്റാം, മലയാളം മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഇവിടെ എല്ലാ ഭാഷയും കാണിക്കുന്നത് ഇതൊരു മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ടാണ്. നമ്മുടെ ശരിക്കും എക്സാമിന് 2 ലാംഗ്വേജ് കാണിക്കുള്ളൂ. നമ്മൾ തിരഞ്ഞെടുത്ത ലാംഗ്വേജും ഇംഗ്ലീഷും മാത്രവും. ഇനി ഉത്തരങ്ങൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ ഇവിടെ കാണാം 1, 2, 3, 4 ഇങ്ങനെ 35 വരെ. ഇവിടെ അരിതമെറ്റിക്കിൻ്റെ ഇത്രയും അരിതമെറ്റിക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, 35 ക്വസ്റ്റ്യൻ. അതിന് നമ്പർ ഇവിടെ കാണിക്കും. ഇവിടെ ചുവപ്പ് കളർ വന്നു കഴിഞ്ഞാൽ ആ ചോദ്യം നമ്മൾ നോക്കി എന്നാൽ ആൻസർ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. ഇത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. കുച്ചിപ്പുടി എന്ന നൃത്തരൂപം ഉത്ഭവിച്ചത് എവിടെയാണ്? നമ്മുടെ ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ ആന്ധ്രാപ്രദേശ്, നമ്മളിതിൻ്റെ ഉത്തരം ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആന്ധ്രാപ്രദേശാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു നീല ചിഹ്നം വരും. അതിനുശേഷം സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ കാണാം, അതായത് സേവ് ആൻഡ് നെക്സ്റ്റ്. മലയാളം സെലക്ട് ചെയ്തുകൊണ്ട് ഫുൾ മലയാളത്തിലായിരിക്കും കാണിക്കുക. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ അതിൻ്റെ ചിഹ്നം മാറി, ഇവിടെ പച്ചയായി മാറി. അതിനർത്ഥം ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം ചെയ്തു എന്നാണ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ചോദ്യം ചുമപ്പായി മാറി. ഇത് നമ്മളത് ചെയ്തില്ല, 3ലേക്ക് പോയി. അപ്പോൾ 3ഉം ചുമപ്പായി മാറി. കാരണം ഈ 2ഉം 3ഉം ചോദ്യം നമ്മൾ കണ്ടു, എന്നാൽ നമ്മൾ ഉത്തരം ചെയ്തില്ല. അതുകൊണ്ടാണ് ചുമപ്പായി മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യം വായിക്കാം. 2020 നവംബർ പ്രകാരം ഇന്ത്യൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇത് നമുക്കൊരു സംശയമുണ്ട്. സുനിൽ അറോറയാണോ സുശീൽ ചന്ദ്രയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മളൊരു അവസാനം നോക്കാൻ വേണ്ടി വെക്കാം. അതിനുവേണ്ടി ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. സുശീൽ ചന്ദ്ര നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ കാണാം, പുനഃപരിശോധനയ്ക്കായി സേവ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചിഹ്നം കണ്ടു ഒരു നീല കളറായി മാറി. അതായത് നമുക്ക് പരീക്ഷയെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചോദ്യം നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി ലാസ്റ്റ് നമുക്ക് സമയം കിട്ടില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് സമയം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായി സബ്മിറ്റ് ചെയ്യപ്പെടും. മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായി സബ്മിറ്റ് ചെയ്യപ്പെടും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട. നമുക്ക് ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണമെങ്കിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണമെങ്കിൽ ആ 10 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 10ാമത്തെ ചോദ്യം കിട്ടും. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ എത്ര ഭാഷകൾ ഉൾപ്പെട്ടിട്ടുണ്ട്? 22 ആണെങ്കിൽ 22 എന്ന് സെലക്ട് ചെയ്യുക. സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. ഇനി നമ്മൾ ഉത്തരം ചെയ്ത ഒരെണ്ണത്തിൻ്റെ ഉത്തരം നീക്കം ചെയ്യണമെങ്കിൽ ഏതാണോ ചോദ്യം അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 3 സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉത്തരം നീക്കം ചെയ്യുക. അവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഉത്തരം നീക്കം ചെയ്യുക എന്ന ഒരു ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യനായി മാറി. ഇനി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ മാറ്റി കൊടുക്കാം. അതിനുശേഷം സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോകാം. ഇങ്ങനെ നമ്മൾ
അരിത്മെറ്റിക് എല്ലാം കഴിഞ്ഞു. ഇനി ജനറൽ ഇൻ്റലിജൻസിലേക്ക് പോകാം. അതിൻ്റെ ഉത്തരം സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്ത് അടുത്തിലേക്ക് പോകുന്നു, അടുത്ത് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോ ചോദ്യത്തിനും ഉത്തരം നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ്, സ്പീഡ് കിട്ടാനും അതേപോലെ തന്നെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മൊബൈൽ ചെയ്ത് നോക്കാൻ നിൽക്കരുത്. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് കമ്പ്യൂട്ടറിലായിരിക്കും വരിക. അപ്പോൾ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എന്നാണ് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ അടുത്ത് കമ്പ്യൂട്ടർ ഉണ്ടാകും, അവരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററുകളിൽ പോയി ചെയ്ത് നോക്കുക. അങ്ങനെ മാത്രം ചെയ്ത് നോക്കുക. മൊബൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇതിലൊരു 100 ക്വസ്റ്റ്യൻ ഉണ്ടാകും, അതൊന്ന് വെറുതെ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കേണ്ടതാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എക്സാം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു സബ്മിറ്റിൻ്റെ ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടൈമർ 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സബ്മിറ്റ് ആകുന്നതായിരിക്കും. അതിനുശേഷം ആ എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു റിവ്യൂ കൂടി റേറ്റിംഗ് ചെയ്യാനുണ്ടാകും, അതും കൂടി കൊടുക്കുക. പിന്നെ അവർ പറയുന്നതിനനുസരിച്ച് ഇറങ്ങിപ്പോരാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണൊരു ഓൺലൈൻ എക്സാം നടക്കുന്നത്. ഇത് നമുക്ക് ചോദ്യങ്ങളെല്ലാം ഒറ്റയടിക്ക് ഒന്നിച്ച് കാണണമെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ചോദ്യക്കടലാസ് എന്നൊരു ഓപ്ഷൻ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും കാണിക്കും. ഇങ്ങനെ നമുക്ക് ഓരോ ചോദ്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നോക്കാവുന്നതാണ്. അത് നമുക്ക് അറിയുന്ന ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് നമ്പർ ഓർത്തിരിക്കുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്തതിന് ശേഷം ആ നമ്പർ ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക, അതിന് ഉത്തരം ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. ഇതെല്ലാം നിങ്ങൾ ഓർഡറിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലായിരിക്കും ടൈം പെട്ടെന്ന് കിട്ടുക. വേറെ ഒന്നും നോക്കാൻ നിൽക്കണ്ട, ഓരോ ചോദ്യങ്ങളും വായിക്കുക, ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കുക, ചെയ്യുക, അടുത്തതിലേക്ക് പോവുക. ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉടനെ അടുത്തതിലേക്ക് പോവുക, സമയം കളയേണ്ടതില്ല, കാരണം ടൈം നമുക്ക് ഇല്ല. ഇതെല്ലാം 100 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ആ ടൈമിങ്ങിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഒരു ക്വസ്റ്റ്യനിലൊക്കെ പെട്ടുപോയിട്ട് പിന്നെ ടൈമിലേക്ക് നോക്കുമ്പോഴായിരിക്കും വളരെയധികം ടൈം പോയതായെന്ന് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, മുൻവർഷ ചോദ്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്നുണ്ട്. സാധാ കേരള PSC പോലെയല്ല, വേറൊരു തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അതെല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പം മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെയെല്ലാം ചെയ്ത് പ്രാക്ടീസായി എത്രയും പെട്ടെന്ന് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പാകത്തിന് നമ്മൾ വളരേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇക്കാര്യത്തിൽ പറയാണ്ട്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും 1000 വിജയാശംസകൾ.